ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത തുടങ്ങി ക്രോധാകാരാങ്കുശോജ്വല എന്നുവരെയുള്ള അമ്മയുടെ 9 നാമങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. ഇനി 10ാമത്തെ നാമം മുതൽ 14ാമത്തെ നാമം വരെയാണ്. ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം. മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാഗസൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണീകനത്കോട്ടീരമണ്ഡിത. അപ്പോൾ ഇതിൽ ആദ്യത്തെ, അതായത് 10ാമത്തെ മന്ത്രം ഒന്ന് നോക്കാം. അത് പഠിക്കാനുള്ള എളുപ്പത്തിനായി പദം പിരിച്ച് റിവേഴ്സിൽ. കോദണ്ഡ ഇക്ഷുകോദണ്ഡ മനോരൂപേക്ഷുകോദണ്ഡ. അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇക്ഷു എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ കേൾക്കണം. കാരണം ഇക്ഷു എന്നാൽ കരിമ്പ്, കോദണ്ഡം എന്നാൽ വില്ല്. അപ്പോൾ മനോരൂപേ എന്നൊന്ന് നീട്ടിയാൽ ഇക്ഷു എന്നുള്ളത് കറക്റ്റായി കേൾക്കും. അപ്പോൾ മനോരൂപേക്ഷു കോദണ്ഡ. ആ കോദണ്ഡം നായും ഡമരുവിൻ്റെ ആ ഡായുടെ പകുതിയുമാണ്. അപ്പോൾ കോദണ്ഡ എന്ന് തന്നെ കേൾക്കണം. ആ താലവ്യത്തിലേക്ക് നാക്ക് വളച്ചുച്ചരിക്കേണ്ട, പകുതി കണ്ഠം കൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് ഡ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മനോരൂപീക്ഷുകോദണ്ഡ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം, അമ്മയുടെ ഇടത് കൈയിൽ അമ്മ ധരിച്ചിട്ടുള്ളത് മനസ്സിൻ്റെ പ്രതീകമായ ഇക്ഷുകോദണ്ഡം. ഇക്ഷു കരിമ്പ്, കോദണ്ഡം വില്ല്. ഇനി 11ാമത്തെ മന്ത്രം. പഞ്ചതന്മാത്രസായക. ഈ മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ജപിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞതാണ്, എങ്കിൽ കൂടി പറയുകയാണ് ഒരിക്കൽ കൂടി. സ്ത്രീ ദേവതാ മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പഞ്ചതന്മാത്രസായക. പഞ്ച, അത് ശ്രദ്ധിക്കണം, ഞായും ചായുമാണ്. പിന്നെ സായക, കായാണ് ഗ എന്നായി പോകരുത്, സായക. അപ്പം ഈ അമ്മയുടെ താഴത്തെ വലതു കൈയിൽ അമ്മ പഞ്ചതന്മാത്രകൾ, പഞ്ചശരങ്ങൾ ധരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ പുഷ്പങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സായകങ്ങൾ കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്നിവയാണ് അമ്മ ധരിച്ചിട്ടുള്ളത്. ഇനി 12ാമത്തെ മന്ത്രം. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കുറേ മന്ത്രങ്ങൾ ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ എല്ലാ മന്ത്രത്തിൻ്റെയും അവസാനം, ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളുടെ അവസാനം ഓ ചോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങൾ. അപ്പോൾ 12ാമത്തെ നാമമന്ത്രം. നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഇത് റിവേഴ്സിൽ പദം പിരിച്ചു ചൊല്ലുമ്പോൾ മണ്ഡല നീട്ടണം. ബ്രഹ്മാണ്ഡമണ്ഡല, മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിജാരുണ. ആ അരുണ എന്നുള്ളത് ശരിക്കും കേൾക്കണം. അതുകൊണ്ടാണ് ആ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മുൻപ് മനോരൂപേക്ഷു ആ ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞതുപോലെ അരുണ എന്നുള്ളത് കേൾക്കണം. പിന്നെ പ്രഭാപൂരം, ഭ ശ്രദ്ധിക്കണം, അത് ഘോഷശബ്ദമാണ്, അത് കേൾക്കണം. പിന്നെ മജ്ജത്, അവിടെ 2 ജകാരമാണുള്ളത്. അപ്പോൾ ഒന്ന് ഒരു സ്ട്രെസ് ചെയ്തിട്ട് വേണം അത് പറയാൻ. വെറും മജത്തല്ല, മജ്ജത്താണ്. അപ്പം നമ്മൾ പല്ലൊന്ന് കടിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മജ്ജത്ത്, അത് കറക്റ്റായിട്ട് വരും. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ എഴുതുമ്പോൾ ബ്രഹ്മാണ്ഡം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ഇത് നേരെ തിരിച്ചിട്ടാണ് വരിക. അതായത് മായും ഹായും ബ്രഹ്മാണ്ഡം, ബ്രഹ്മാണ്ഡം എന്ന് വരണം. ബ്രഹ്മാണ്ഡമല്ല, ബ്രഹ്മാണ്ഡം, മായും ഹായും. അപ്പം ബ്രഹ്മാണ്ഡം
പിന്നെ മണ്ഡല, നായും ഡായുടെ പകുതിയും, ഡമരുയുടെ ഡ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം നിജാരുണം, അതായത് തൻ്റെ തന്നെ അരുണപ്രഭാപൂരത്തിൽ. അമ്മ സിന്ദൂരാരുണവർണ്ണയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അമ്മയുടെ പ്രഭാപൂരം ചുമന്ന നിറത്തിലുള്ള പ്രകാശപ്രവാഹത്താൽ മജ്ജത്ത് എന്നാൽ മുഴുക്കിയ, ബ്രഹ്മാണ്ടം, ബ്രഹ്മാണ്ടം എന്നാൽ ഈ പ്രപഞ്ചം, അങ്ങനെയുള്ള പ്രപഞ്ചങ്ങളുടെ കൂട്ടത്തെ തൻ്റെ ചുമന്ന നിറത്തിലുള്ള പ്രകാശപ്രവാഹത്താൽ ഒഴുക്കിയ ആ അമ്മയ്ക്ക് നമസ്കാരം. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും വരുന്ന ആ ചുമന്ന നിറത്തിലുള്ള പ്രഭാപൂരം എത്രയാണെന്ന് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. 13ാമത്തെ മന്ത്രം ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കച. തിരിച്ചു ചൊല്ലുമ്പോൾ കച ലസത്കച, സൗഗന്ധിക ലസത്കച, പുന്നാഗ സൗഗന്ധിക ലസത്കച, അശോക പുന്നാഗ സൗഗന്ധിക ലസത്കച, ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കച. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചമ്പകാശോകം, ആ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കേൾക്കണം. ചമ്പകാശോകം എന്ന് ആയിപ്പോവരുത്. ശോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ലിറ്ററലി മാറിപ്പോവും നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ. അപ്പോൾ ചമ്പകാശോകം എന്ന് തന്നെ കറക്റ്റായിട്ട് വരണം. പിന്നെ പുന്നാഗം, സൗഗന്ധികം, ആ നായും ധ ഘോഷശബ്ദമാണ്, അത് കറക്റ്റായിട്ട് വരണം. സൗഗന്ധികം. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ തെറ്റിച്ചൊല്ലാറുള്ളതാണ് സൗഗന്ധി കലസത്കച എന്ന് ചൊല്ലി കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, സൗഗന്ധിക ലസത്കച. അപ്പം നമ്മൾ ഈ പദം പിരിച്ച് /ഇട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്, നമുക്കത് അർത്ഥവും അതുപോലെ ചൊല്ലുന്നതും തെറ്റിപ്പോവില്ല. ലസത് കച, ചായാണ്, ജായല്ല, കച എന്ന് തന്നെ കേൾക്കണം. കജ എന്നൊന്നും ആയിപ്പോരുത്. അപ്പം ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ചമ്പകം, അശോകം, പുന്നാഗം, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ, ലസത്ത് എന്നാൽ ശോഭിക്കുന്ന, കചം എന്നാൽ മുടി. അപ്പോൾ അമ്മയുടെ ശോഭിക്കുന്ന ആ മുടിയിൽ അമ്മ ഈ ചമ്പകം, അശോകം, പുന്നാഗം, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ ചൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പുഷ്പങ്ങൾ അമ്മയുടെ മുടിയിലായതുകൊണ്ടാണ് ആ പുഷ്പങ്ങൾക്ക് ആ ഭംഗിയും സുഗന്ധവും ഉള്ളത് എന്ന് ഗുരുക്കന്മാർ, ആചാര്യന്മാർ പറയുന്നു. ഇനി 14ാമത്തെ മന്ത്രം കുരുവിന്ദമണിശ്രേണീ കനത് കോട്ടീരമണ്ഡിത. തിരിച്ചു ചൊല്ലുമ്പോൾ മണ്ഡിത, കോട്ടീരമണ്ഡിത, കനത് കോട്ടീരമണ്ഡിത, ശ്രേണീ കനത് കോട്ടീരമണ്ഡിത, കുരുവിന്ദമണിശ്രേണീ കനത് കോട്ടീരമണ്ഡിത. ഇതിൽ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുരുവിന്ദം, കുരുവിന്ദം ചന്ദനത്തിൻ്റെ ദായാണ്. കുരുവിന്ദം എന്നൊന്നായിപ്പോരുത്. അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് കുരുവിന്ദമാണ്. ശ്രേണി ശീൽക്കാര ശബ്ദമാണ്, ഷ സിബിലൻസ് ശബ്ദം, ഷ എന്ന് കേൾക്കണം, ശ്രേണിയല്ല, ശ്രേണി. പിന്നെ കനത് കോട്ടീരം, ടായാണ് അവിടെ, പടം അട എന്നൊക്കെയുള്ള ആ ടായാണ്. കോട്ടീരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്ത്രീ ദേവതാ ചൈതന്യങ്ങളൊക്കെ ധരിക്കുന്ന കിരീടത്തിന് പറയുന്നത് കോട്ടീരം. പുരുഷ ദേവതാ ചൈതന്യങ്ങളെ ധരിക്കുന്ന കിരീടത്തിന് പറയുന്നത് മകുടം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം. പിന്നെ മണ്ഡിത, അതിൽ ഡ ശ്രദ്ധിക്കണം. ഈ സ്ഥൂലാർത്ഥത്തിലേക്ക് കടക്കാം. കുരുവിന്ദമണി എന്നാൽ പത്മരാഗം എന്ന വിശിഷ്ടമായ ആ രത്നം. അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ പത്മരാഗത്തിനെ കുറിച്ച് കാണാം. പിന്നെ ശ്രേണി, ശ്രേണി എന്നാൽ പങ്ക്തി. അപ്പോൾ കുരുവിന്ദമണികൾ ഇങ്ങനെ തുറ്റായിട്ട് അമ്മയുടെ ചെറുതും വലുതുമായ കുരുവിന്ദമണികൾ അമ്മയുടെ കിരീടത്തിൽ, കനത്തായിട്ടുള്ള ആ കിരീടത്തിൽ, ശോഭിക്കുന്ന കിരീടത്തിൽ, അല്ലെങ്കിൽ കുരുവിന്ദമണികളാൽ ശോഭിക്കപ്പെട്ട ആ കിരീടം കൊണ്ട് അണിഞ്ഞ് അങ്ങനെ അലങ്കരിക്കപ്പെട്ടവൾ. അതാണ് ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം. അപ്പോൾ
കുരുവിന്ദ മണിശ്രേണി കനത്കോട്ടീരമണ്ഡിതയായ ആ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ഇപ്രകാരം പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. എല്ലാവരും പഠിക്കുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.